നീ ചൂടാകാതെ. സത്യം പറഞ്ഞ നിന്റെ കാര്യത്തിൽ എനിക്കും വിഷമമുണ്ട്. വിഷമമുണ്ടെന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? എനിക്കും കൂടെ തോന്നണ്ടേ? നിനക്ക് തോന്നാതെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എനിക്ക് എല്ലാരും വിവരം അറിയിക്കണം. ഞാൻ ജീവിച്ചിരിപ്പില്ലെന്ന കാര്യം എല്ലാരും അറിയണം. അതിന് നീ മരിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴും ജീവിച്ചിരിക്കല്ലേ. കണ്ടവന്റെയൊക്കെ ശരീരത്തിൽ കയറി ജീവിച്ചിട്ടുണ്ട് കാര്യം, പ്രത്യേകിച്ച് ഈ കിളവന്റെ ശരീരത്തിൽ. എഴുന്നേറ്റ് ശരിക്ക് നടക്കാൻ പറ്റുന്ന ഒരുത്തനെ എനിക്ക് സംഘടിപ്പിച്ചു തരണം. എന്നിട്ട് എന്തോ ചെയ്യാനാ? എന്റെ കഥ എല്ലാരും അറിയിക്കാൻ. എന്റെ പപ്പ, നീ പറയുന്ന ഒരു എളുപ്പമുള്ള കാര്യമല്ലത്. ഭൂമിയിൽ ആരോട് പറഞ്ഞാലും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. നിനക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് പിടിച്ച് ചങ്ങലക്കിടും. പിന്നെ നിന്റെ ശേഷിച്ച ദിവസങ്ങളിൽ ചങ്ങലെ കിടക്കേണ്ടി വരും. ഇപ്പോഴും ഏതാണ്ട് അതുപോലെ തന്നെയാ. ചങ്ങല ഇല്ലെന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഒരു ഭാഗം മുഴുവൻ ഫീസായി കിടക്കുക. മര്യാദക്ക് നല്ലൊരു ശരീരം സംഘടിപ്പിച്ചു തന്നില്ലെങ്കിൽ നീ നാളത്തെ ഒരു ദിവസം കൊണ്ടൊന്ന് ക്ഷമിക്ക. നാളെ രാത്രി ഒരുത്തം മരിക്കാനുണ്ട്. ആരാ? പേര് കേട്ട ഒരു ചട്ടമ്പി. ചട്ടമ്പിയോ? ആള് പാവമാ. കളവും ചട്ടമ്പിത്തരവും ഒക്കെ പണക്കാരുടെ അടുത്തേ ഉള്ളൂ. പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാ. അതാരാണ്? കായംകുളം കൊച്ചുണ്ണിയോ? ഏയ്, കായംകുളം കൊച്ചുണ്ണിയല്ല, കായിക്കര കൊച്ചാപ്പു. കൊച്ചാപ്പൂവിന്റെ ശരീരം ഇപ്പോഴും നല്ല ഉഷാറാ. നെഞ്ചത്തൊരു തുള വീണിട്ടുണ്ടെന്നേ ഉള്ളൂ. അയ്യോ, കുത്തുകൊണ്ടെന്നെ തുളയാ. അതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല. തുള അവന്റെ നെഞ്ചത്തല്ലേ. ഒരുത്തൻ വാതരോഗി, ഒരുത്തൻ നെഞ്ചത്ത് തുള. നിങ്ങൾ ഈ കൊള്ളാവുന്ന ശരീരം വല്ലതും തരുന്നുണ്ടോ? എടാ, നീ എന്റെ കാലിനാവല്ലോ ഇപ്പോ. എന്റെ പൊന്നു പപ്പ, നീ ഞാൻ പറയുന്നൊന്ന് ചെയ്യേ. ഞാൻ എന്താ ചെയ്യണ്ടേ? നിന്റെ ശേഷിച്ച ദിവസങ്ങള് നീ കൊച്ചാപ്പൂന്റെ ശരീരത്തിൽ ഞാൻ കരിയ. ദേവി, ഇത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്റെ പൊന്നു കാല, എനിക്ക് ഈ ശരീരം വേണ്ട. നിനക്ക് തോന്നുമ്പോ മാറാനും തോന്നുമ്പോ കയറാനും ഞാൻ ദിവസം ശരീരത്തിനോടെ പോവും. ഇനിയിപ്പോ ഇതിനകത്ത് തന്നെ കഴിഞ്ഞാ മതി. ഈ ശരീരം കിട്ടിയിട്ട് ഇതുവരെ ഓട്ടമായിരുന്നു. നേരം വിളിക്കാറായി. ഒന്ന് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. പേടിക്കാനൊന്നുമില്ല. ആരെല്ലാം നിന്നെ എന്തെല്ലാം ചെയ്താലും നിന്റെ ദിവസങ്ങൾ തീരാതെ നീ മരിക്കില്ല. വേണ്ട വേണ്ട, ഇനിയുള്ള ദിവസങ്ങളിൽ തങ്ങിയിട്ട് ഓടാനും അടികൊള്ളാനും എന്നെ കൊണ്ടാവില്ല. ഇതിലും ഭേദം പഴയ വാതരോഗി തന്നെ. ഒന്നുമില്ലെങ്കിലും സുഖമായിട്ട് കിടക്കാമല്ലോ. ഇവൻ കള്ളൻ, ചേറ്റ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ, കായിക്കര കൊച്ചാപ്പ്, പാവങ്ങളുടെ കാണപ്പെട്ട ദൈവം. കണ്ടോ, ഇനിയുള്ള ആയുസ് പോയാലും വേണ്ടില്ല, എനിക്കിനി ഇവനെ കൊണ്ടു നടക്കാൻ പറ്റില്ല. സത്യം, ഞാൻ ഇനി ശല്യപ്പെടുത്തുകയില്ല. എന്നെ എങ്ങനെയെങ്കിലും ഇവന്റെ ഈ ശരീരത്തിൽ നിന്ന് രക്ഷിക്കണം.